ഭർത്താക്കന്മാരോട് നന്ദിയില്ലാത്തത് കൊണ്ടാണ്. ഭർത്താക്കന്മാരോട് വളരെ നന്ദിയില്ലാതെ പെരുമാറും. എത്ര നിഅമത്ത് ചെയ്തു കൊടുത്ത ഭർത്താവാണെങ്കിലും, എത്ര സ്നേഹിക്കുന്ന ഭർത്താവാണെങ്കിലും അതെല്ലാം തള്ളിപ്പറയുന്ന സ്വഭാവം, നിസാരമായി കാണുന്ന സ്വഭാവം, ആ സ്വഭാവക്കാരിയായ പെണ്ണുങ്ങളാണ് നരകത്തിൽ കൂടുതലെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിസ്കാരത്തിന്റെ കുറവല്ല, നോമ്പിന്റെ കുറവല്ല, ഖുർആൻ പാരായണത്തിന്റെയോ സദഖയുടെയോ കുറവല്ല, ഭർത്താക്കന്മാരോട് നന്ദിയില്ലാത്തൊരൊറ്റ കാരണമാണ് ഏറ്റവും കൂടുതൽ നരകത്തിൽ വന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആലോചിച്ച് നോക്കി നിങ്ങൾ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പടച്ചോൻ നമ്മളെ സഹോദരിമാരെ കാത്തുരക്ഷിക്കട്ടെ. ഭർത്താവിനോട് നന്ദിയില്ലാതെ പെരുമാറിയത് കൊണ്ടാണ് നരകത്തിൽ കൂടുതൽ പെണ്ണുങ്ങൾ വന്നത്. ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആലോചിക്കേണ്ടതല്ലത്. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ ഗുണം അനുസരണമാണ് ഒരു പെണ്ണിനുണ്ടാവേണ്ടത്. അതില്ലെങ്കിൽ പിന്നെ മറ്റു ഗുണങ്ങളൊന്നും എണ്ണി പറയണ്ട. നിസ്കരിക്കുന്നോ, നോമ്പ് വിൽക്കുന്നോ, ഹജ്ജിന് പോയിടുന്നോ ഒന്നും പറയേണ്ട ആവശ്യം. ഇതുണ്ടോ? സ്വർഗത്തിൽ കടക്കണമെങ്കിൽ അത് ആവശ്യമാണ്. ഹിയ ജന്നത്തുകി ഹിയ നാറുകി. നിന്റെ ഭർത്താവ് നിന്റെ സ്വർഗമാണ്, നിന്റെ ഭർത്താവ് നിന്റെ നരകമാണ്. ഭർത്താവുമായുള്ള ബന്ധം നന്നായാൽ അക്കാരണം കൊണ്ട് സ്വർഗം, ഭർത്താവുമായുള്ള ബന്ധം മോശമായാൽ അക്കാരണം കൊണ്ട് നരകം. ഭർത്താവ് നിന്റെ സ്വർഗം, ഭർത്താവ് നിന്റെ നരകം. ആ ഹദീസ് ആലോചിച്ചു. രണ്ടാമതായി ഒരു സ്ത്രീക്കുണ്ടാവേണ്ട ഗുണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി ചോദിച്ചു, അയ്യുൻ നിസായി ഖൈറു യാ റസൂലല്ലാഹ്, ഏതൊരു പെണ്ണാണ് നബിയെ ഖൈറായ പെണ്ണ്? പെണ്ണുങ്ങളെ കൂട്ടത്തിൽ നല്ല പെണ്ണ് ഏതാണ്? നല്ല ഭാര്യ ഏതാണ്? നല്ല ഭാര്യയാണ് നമ്മുടെ വിഷയം. ഇവിടെ ചോദിക്കുന്നു റസൂലുള്ളാഹിനോട്, അയ്യുൻ നിസായി ഖൈറു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഏതൊരു പെണ്ണാണ്, ഏതൊരു ഭാര്യയാണ് ഖൈറായ ഭാര്യ, നല്ല ഭാര്യ ആരാണ്? നമ്മളെ വിഷയത്തിന് മറുപടി അല്ലാഹുവിന്റെ റസൂൽ പറയാണ്. പ്രവാചകനോട് ഇതേ ചോദ്യം ചോദിച്ചു, നല്ല ഭാര്യ ആരാണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്ന മറുപടി എന്താണ്? തസുറുഹു ഇദാ നളർ, തസുറുഹു ഇദാ നളർ വതുതിഉഹു ഇദാ അമർ വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ വമാലിഹാ ബിമാ യക്റഹ്. മൂന്ന് കാര്യങ്ങൾ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു. നല്ല ഭാര്യയുടെ ലക്ഷണം. ആരാണ് നല്ല ഭാര്യ? തസുറുഹു ഇദാ നളർ, അവളെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൾ നിന്നെ സന്തോഷിപ്പിക്കും. പുറത്തിറങ്ങിപ്പോകുന്ന ഭർത്താവ് എത്ര ക്ലേശങ്ങളുണ്ടെങ്കിലും, എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും, എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും സ്വന്തം വീട്ടിലേക്ക് കയറി വന്ന് തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയുടെ മുഖത്തേക്ക് നോക്കിയാൽ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയാൽ, ആ ഭാര്യയുടെ മുഖം കാണലോടുകൂടി അവന്റെ വിഷമങ്ങളെല്ലാം തീർന്നുപോയി, അവന്റെ മനസ്സ് സന്തോഷിച്ചു പോയി. അങ്ങനെ ഭർത്താവ് മുഖത്തേക്ക് നോക്കിയാൽ ഭർത്താവിന്റെ വിഷമങ്ങൾ നീക്കിക്കളയുന്ന നല്ല സന്തോഷവതിയായ മുഖത്തോടുകൂടെ ഭർത്താവിനെ കാണുന്നവളാണ് ഏറ്റവും നല്ല പെണ്ണെന്ന് നബിയുനാ റസൂലുള്ളാഹി. തസുറുഹു ഇദാ നളർ, അവളെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവന് സന്തോഷമുണ്ടാകുന്നു. എന്ത് വിഷമുണ്ടെങ്കിലും വീട്ടിൽ വന്ന് ഭാര്യയുമായുള്ള ബന്ധം, അവളെ മുഖത്തേക്ക് നോക്കിയാൽ സന്തോഷം. അതാ ഖൈറായ പെണ്ണ്, നല്ല ഭാര്യ അതാണ്. തസുറുഹു, അവൾ നിന്നെ സന്തോഷിപ്പിക്കും. ഇദാ നളറ, അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ സന്തോഷമായി. അവളുടെ മനോഹരമായ തിളക്കമുള്ള സന്തോഷത്തിന്റെ മുഖം, സ്നേഹത്തിന്റെ മുഖം, സ്നേഹം വായിച്ചെടുക്കാൻ പറ്റുന്ന മുഖം കണ്ടാൽ, ഇത്ര വലിയ സ്നേഹനിധിയായ ഒരു ഭാര്യ എനിക്കുണ്ടെങ്കിൽ, ഇത്രയേറെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഭാര്യ എനിക്കുണ്ടെങ്കിൽ, മറ്റു പ്രശ്നങ്ങളൊന്നും അവന്റെ മുമ്പിൽ പ്രശ്നങ്ങളെയല്ല. ആ രൂപത്തിൽ ഭർത്താവിന്റെ മുമ്പിൽ മുഖം കാണിക്കാൻ കഴിയുന്ന പെണ്ണ്, അവളാണ് നല്ല ഭാര്യ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്നാമത്തെ ഗുണം, നോട്ടത്തിൽ തന്നെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നവൾ. രണ്ടാമത്തെ ഗുണം പ്രവാചകൻ പറയുന്നത്, വതുതിഉഹു ഇദാ അമർ, എന്ത് കൽപ്പിച്ചാലും അനുസരിക്കുന്നവൾ, ഭർത്താവിനോട് എതിർക്കാത്തവൾ. തുതിഉഹു, ഭർത്താവിനിക്ക് വഴിപ്പെടും. ഇദാ അമറ, അവൻ കൽപ്പിച്ചാൽ, ഭർത്താവിന്റെ കൽപ്പന എന്ന് പറഞ്ഞാൽ അതനുസരിക്കാനും അതുപോലെ പ്രവർത്തിക്കാനും അവൾക്ക് വലിയ താല്പര്യമാണ്. അവൾക്ക് ഇഷ്ടമുണ്ടായാലും അവരുടെ പ്രകൃതിയോട് യോജിക്കുന്നതല്ലെങ്കിൽ പോലും ഭർത്താവിനിക്ക് വഴിപ്പെടുക എന്ന വിഷയത്തിൽ വളരെ തൽപരയാണ് അവർ. എന്ത് കൽപ്പിച്ചാലും അനുസരിക്കുന്നവളെന്നാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ വമാലിഹാ ബിമാ യക്റഹ്, അവളുടെ ശരീരത്തിലും അവളെ സമ്പത്തിലും ഭർത്താവിற்கு ഇഷ്ടമില്ലാത്ത ഒന്നും അവൾ ചെയ്യാത്തവളാണ്. അവളെ ശരീരം ഭർത്താവിനുള്ളതാണ്,
ആ ശരീഅത്തിലേക്ക് നോക്കാനോ മറ്റുള്ളവർ അനുവദിക്കാത്ത പെണ്ണ്, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാത്ത പെണ്ണ്, അവളെ നഫ്സിലും അവളെ സമ്പത്തിലും ഭർത്താവ് ഇഷ്ടപ്പെടാത്ത ഒന്നും ചെയ്യാത്തവൾ, ഈ 3 കാര്യങ്ങളുള്ളവളാണ്, ഈ 3 ലക്ഷണമുള്ളവളാണ് ഏറ്റവും നല്ല ഭാര്യയെന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 മനസ്സിലായില്ലേ? അവളെ മുഖത്തേക്ക് നോക്കിയാൽ ഭർത്താവിന്റെ മനസ്സ് സന്തോഷം കൊണ്ട് പുളകിതമാകുന്നു, എന്ത് കൽപ്പിച്ചാലും അനുസരിക്കുന്നു. അവളെ ശരീരം, അവളെ സമ്പത്ത്, അത് രണ്ടിലും ഭർത്താവിനക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യാത്തവൾ. അങ്ങനെയാണ് ഖദീജ ബീവി റളിയല്ലാഹു തആല അന്നലെ നമ്മൾ പറഞ്ഞില്ലേ, ബീവി ഖദീജയുടെ ശരീരം, ബീവി ഖദീജയുടെ സമ്പത്ത് അത് മുഴുവനും ഭർത്താവിനുള്ളതാണ്. ദരിദ്രനായ ഭർത്താവിനുള്ളതായി നീക്കിവെച്ചു ഖദീജ. ശരീരം ഭർത്താവിന്, തന്റെ സമ്പത്ത് ഭർത്താവിന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രയേറെ സ്നേഹിച്ചു ആ നബിനെ, എത്രയേറെ അനുസരിച്ചു. സൗന്ദര്യമല്ല സ്നേഹത്തിന്റെ മാനദണ്ഡം, സൗന്ദര്യമല്ല സ്നേഹത്തിന്റെ മാനദണ്ഡം, ആരോഗ്യമല്ല, പ്രായമല്ല. പിന്നെന്താണ്? ഖദീജ ബീവി നബിയേക്കാൾ പ്രായമുള്ള പെണ്ണാണ്. നബി തങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് 2 വ്യക്തികൾ കല്യാണം കഴിച്ചിട്ടുണ്ട്. അതിലൊരാൾ കല്യാണം കഴിച്ചയാൾ മരിച്ചുപോയി. ഖാരിജത്ത് റളിയല്ലാഹു തആല തന്റെ മകളെ കെട്ടിച്ചയക്കുമ്പോൾ മകൾക്ക് കൊടുക്കുന്ന ഉപദേശം, ഉമ്മമാര് മക്കളെ കെട്ടിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട ഉപദേശങ്ങളുണ്ട്. നേരത്തെ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. വിവാഹിതയായി വിവാഹം കഴിച്ച് പറഞ്ഞയക്കുന്നതിന് മുമ്പ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട മര്യാദകളുണ്ട്. ബഹുമാനപ്പെട്ട അസ്മാ ബിൻത് ഖാരിജത്ത് റളിയല്ലാഹു തആല അൻഹ തന്റെ മകളെ കെട്ടിച്ചയക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞു കൊടുക്കുന്ന ചരിത്രം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. മകളോട് പറയാണ്, മോളെ, നീ ഇന്ന് വരെ ജീവിച്ച് നിന്റെ ഉപ്പാന്റെയും ഉമ്മാന്റെയും കൂടെയാണ്. ഇന്നതാ ഭർത്താവിന്റെ വീട്ടിലേക്ക് നിന്നെ മാറ്റി പാർപ്പിക്കുകയാണ്. അക്കാലത്തൊക്കെ അങ്ങനെ, നിങ്ങളുടെ നാട്ടിലും അങ്ങനെ. ഇവിടെ ജനിച്ച വീട്ടിൽ തന്നെ മരിക്കോളാം. അങ്ങനെ ഒരു ഭാഗ്യം നമ്മളെ പെണ്ണുങ്ങൾക്ക് ഉണ്ട്, എവിടെയും പോണ്ട. ഖാരിജത്തുൽ ഫിസാരിയുടെ മകൾ അസ്മാ റളിയല്ലാഹു തആല അൻഹയുടെ മകൾ പറഞ്ഞു കൊടുക്കുകയാണ്, മോളെ, നീ പോകുന്നത് എങ്ങോട്ടാണ്? ഭർത്താവിന്റെ വീട്ടിലേക്കാണ്. നിനക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. നീ അവിടെ എത്തിക്കഴിഞ്ഞാൽ കൂനീ ലഹു അർളാ, നീ നിന്റെ ഭർത്താവിനിക്ക് ഭൂമിയാവണം. നീ നിന്റെ ഭർത്താവിനിക്ക് ഭൂമിയാവണം. എന്നാൽ യകുല്ലക സമാ, ഭർത്താവ് നിനക്കൊരു ആകാശമാകും. നീ ഭൂമിയാവുക, എന്നാൽ ഭർത്താവ് നിനക്കൊരു ആകാശമാകും. എന്തൊരാലങ്കാരികമായ പ്രയോഗമാണ്. അതുപോലെ വകൂനി ലഹു മിഹാദാ, നീ ഭർത്താവിനിക്ക് ആശ്വാസം പകരുന്ന തൊട്ടിലാവുക. കുട്ടികളെ താരാട്ട് പാടുന്ന തൊട്ടിൽ, അതുപോലെ ശാന്തി നൽകുന്ന തൊട്ടിലാവുക. നീ ഭർത്താവിനിക്കൊരു തൊട്ടിലായാൽ യകുല്ലകി ഇമാദാ, ഭർത്താവ് നിനക്കൊരു തൂണാകും. ഒരു തൂണുണ്ടെങ്കിലേ തൊട്ടിലെ കെട്ടാൻ പറ്റുകയുള്ളൂ. ഭർത്താവ് നിനക്കൊരു തൂണാകും. അതുകൊണ്ട് മോളെ, നീ ഭർത്താവിനിക്കൊരു തൊട്ടിലാവണം, എന്നാൽ ഭർത്താവ് നിനക്കൊരു തൂണാകും. നീ ഭർത്താവിനിക്ക് ഭൂമിയാവണം, എന്നാൽ ഭർത്താവ് നിനക്ക് ആകാശമാകും. വകൂനി ലഹു അമതൻ, നീ ഭർത്താവിന് മുമ്പിൽ ചെന്നാൽ ഭർത്താവിന്റെ മുമ്പിൽ ഒരു അടിമപ്പെണ്ണാവണം, ഒരു ദാസിയാവണം. അങ്ങേയറ്റത്ത് അനുസരണമുള്ള ദാസിയാവണം. എന്നാൽ യകുല്ലകി അബ്ദുൻ, അവൻ നിനക്ക് അടിമയാകും. നീ ദാസിയാകുമ്പോൾ നിന്റെ ഭർത്താവ് ഒരടിമയാകും നിനക്ക്. നീ ഭൂമിയാകുമ്പോൾ ഭർത്താവ് നിനക്ക് ആകാശമാകും. നീ തൊട്ടിലാകുമ്പോൾ ഭർത്താവ് നിനക്കൊരു താങ്ങാകും എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ബഹുമാനപ്പെട്ട അസ്മാവ് പറയുകയാണ്, മോളെ, വഹ്ഫലി അംഫഹു വസംഅഹു വഅയ്നഹു, ഭർത്താവിന്റെ മൂക്കിനെ നീ കാത്തു സൂക്ഷിക്കണം, ഭർത്താവിന്റെ കണ്ണിനെ കാത്തു സൂക്ഷിക്കണം, ഭർത്താവിന്റെ ചെവിയെ നീ കാത്തു സൂക്ഷിക്കണം. മോളെ, അത് നിന്റെ ബാധ്യതയാണ്. ഭർത്താവിന്റെ കണ്ണിനെ സൂക്ഷിക്കണം, മൂക്കിനെ സൂക്ഷിക്കണം, കാതിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഫലാ യശുമ്മു മിൻകി ഇല്ലാ ത്വയ്ബാ, ഭർത്താവ് ഒരിക്കലും സുഗന്ധമല്ലാതെ നിന്നിൽ നിന്ന് മണക്കാൻ പാടില്ല. ഏത് സമയത്ത് ഭർത്താവിന്റെ മുമ്പിൽ വരുമ്പോഴും നല്ല സുഗന്ധം അടിച്ചു വീശണം. ഭർത്താവ് സുഗന്ധമല്ലാതെ നിന്നിൽ നിന്ന് മണക്കാൻ പാടില്ല. അതുപോലെ വലാ യസ്മഉ മിൻകി ഇല്ലാ ഹുസ്നാ, ഭർത്താവിന്റെ മനസ്സിനെ കുളിരണീപ്പിക്കുന്ന, ഭർത്താവിന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന നല്ല വാക്കുകളല്ലാതെ ഭർത്താവ് കേൾക്കാൻ പാടില്ല. വലാ യൻദുറു മിൻകി ഇല്ലാ ജമീലാ, അഴകല്ലാതെ, സൗന്ദര്യമല്ലാതെ ഭർത്താവിന്റെ കണ്ണുകൊണ്ട് കാണാൻ ഇടവന്നുകൂടാ. എന്തൊരു ഉപദേശമാണ്, എന്തൊരു ഉപദേശമാണ്. ഭർത്താവിന്റെ മൂക്കിനെ കാക്കണം, സുഗന്ധമല്ലാതെ ഭർത്താവിനിക്കൊരിക്കലും അനുഭവപ്പെടരുത്. ഭർത്താവിന്റെ കണ്ണിനെ കാക്കണം, സൗന്ദര്യമല്ലാതെ നിന്നിൽ നിന്ന് കാണരുത്. ഭർത്താവിന്റെ കാതിനെ കാക്കണം, നല്ല കേൾക്കാൻ സുഖമുള്ള വാക്കുകളല്ലാതെ നിന്നിൽ നിന്ന് കേൾക്കരുത്. അതാണ് സ്നേഹമുണ്ടാക്കാനുള്ള വഴി.
കാണുന്നത് മുഴുവനും സൗന്ദര്യം, കേൾക്കുന്നത് മുഴുവനും സന്തോഷമുണ്ടാക്കുന്ന മധുരമൊഴികൾ, തേൻമൊഴികൾ. അങ്ങനെ തേൻമൊഴികളെ കൊണ്ട് ഭർത്താവിന്റെ കാതുകളെയും സൗന്ദര്യം കൊണ്ട് തന്റെ ഭർത്താവിന്റെ കണ്ണിനെയും അതുപോലെ തന്നെ സുഗന്ധം കൊണ്ട് തന്റെ ഭർത്താവിന്റെ മൂക്കിനെയും നീ കാത്തു സൂക്ഷിക്കണം. അസ്മാ ബിൻത് ഖാരിജത്ത് തന്റെ മകൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. എന്തൊരു നല്ല ഉപദേശമാണ്, ആലോചിച്ചു. ഭർത്താവിന്റെ മുമ്പിൽ എപ്പോഴും നല്ല മണം, നല്ല സുഗന്ധം. ഭർത്താവ് വീട്ടിലുള്ളപ്പോൾ എപ്പോഴും കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ച് അണിഞ്ഞൊരുങ്ങിയിരിക്കണം. സ്വർണം എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്ക് ഹലാലാക്കിയത് അതിന് വേണ്ടിയാണ്. പുരുഷന്മാർക്ക് സ്വർണം ഹറാമാണ്, സ്ത്രീകൾക്ക് സ്വർണം ഹലാലാണ്. എന്തിനാണ് ഈ സ്വർണം? ആരാന്റെ മുമ്പിലേക്ക് കെട്ടിപ്പോവാനല്ല, സ്വന്തം ഭർത്താവിനെ ആകർഷിക്കാനാണ്. നമ്മളെല്ലാം വിപരീത. ആരാന്റെ മുമ്പ് പോകുമ്പോൾ ആ സ്വർണം കെട്ടല് അല്ലേ? സത്യത്തിൽ ഇസ്ലാം അനുവദിക്കുന്ന ആർക്കാണ്? ഭർത്താവിന്റെ കണ്ണിന് കുളിര് നൽകാൻ, ഭർത്താവിന് ആസ്വദിക്കാനാണ് സ്വർണം. പട്ടുവസ്ത്രം പുരുഷന്മാർക്ക് ഹറാമാണ്, പക്ഷേ പട്ടുവസ്ത്രം പെണ്ണുങ്ങൾക്ക് ഹലാലാണ്. എന്തുകൊണ്ട്? തന്റെ ഭർത്താവിനെ ആകർഷിപ്പിക്കാൻ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഈ ആകർഷണം നിലനിൽക്കേണ്ടത് ലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്, കുടുംബ ബന്ധത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. അതുകൊണ്ട് ശറഅ് അവർക്ക് സ്വർണം ഹലാലാക്കുന്നു, പട്ടുവസ്ത്രം അത് അവർക്ക് ഹലാലാക്കുന്നു, പുരുഷനത് ഹറാമുമാണ്. ഈ ബന്ധം നിലനിൽക്കേണ്ടത് കുടുംബ ബന്ധത്തിന്റെ അനിവാര്യതയ്ക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഭർത്താവ് വീട്ടിലുള്ളപ്പോൾ എപ്പോഴും നേരത്തെ കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് മാത്രമേ ഭർത്താവിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാവൂ. ഭർത്താവ് കാണുന്ന സന്ദർഭത്തിൽ സൗന്ദര്യമല്ലാതെ കാണാൻ ഇടവന്നുകൂടാ. അങ്ങനെ നിയമം. ഇത് ആരാന്റെ മുമ്പക്ക് പോകുമ്പോ നല്ല സാരി എടുത്ത് 4000-ന്റെ 5000-ന്റെ സാരി എടുത്ത് 5000-ന്റെ സാരി 8000-ന്റെ സാരി ഇതെല്ലാം എടുത്ത് അങ്ങനത്തെ ഒരു പണി ആണുങ്ങളാരും ചെയ്യൂല. നമ്മളെ കുപ്പായത്തിനും തുണിക്കൊക്കെ ആകെ തൂക്കി വിറ്റാൽ ആകെ വില കൽപ്പിച്ചാൽ എത്ര ഉണ്ടാവുക? എത്ര വലിയ ആളെ ഡ്രസ്സിനും 1000 റുപ്യേന്റെ മേലെ പോകാൻ പ്രയാസ. 5000-ന്റെയും 6000-ന്റെയും സാരി ഉടുത്ത് വിലപിടിപ്പുള്ള പെർഫ്യൂം സുഗന്ധങ്ങൾ ഉപയോഗിച്ച് കണ്ണിൽ സുറുമയെഴുതി മുടി ചീകി വൃത്തിയാക്കി ശരീരത്തിന്റെ പല ഭാഗങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ട് അണിഞ്ഞൊരുങ്ങി കുടുങ്ങി പോകുന്ന സഹോദരിമാർ അന്യവന്റെ ആരാന്റെ കണ്ണിന് സുഖം നൽകുന്നു, കാമവെറിയന്മാരുടെ കണ്ണുകൾക്ക് സമാധാനം കൊടുക്കുന്നു, അന്യവന്റെ കണ്ണുകൾക്ക് ആസ്വാദനം കൊടുക്കുന്നു. സ്വന്തം ഭർത്താവിന്റെ മുമ്പിലെത്തിയാൽ മണക്കട ഒരു മാക്സി ഉണ്ടാവും, ആ മാക്സി തന്നെ എപ്പോഴും അടുത്തുകൂടെയാണ് പോവാ അങ്ങോട്ട് വരിക. അപ്പൊ തന്നെ സാന്നിധ്യം വിളിച്ചറിയിച്ചുകൊണ്ട് ആ വരലും പോക്കും. അത് പാടില്ല. ഈ ബന്ധം എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാരണം കൊണ്ടാകില്ല. നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു മണം ഒരിക്കൽ അനുഭവിച്ചാൽ മതി, എന്തോ മനസ്സിൽ വെറുപ്പ് കയറും. പിന്നെ അത് കണ്ട് യോജിച്ചിട്ടാൻ വലിയ പണിയാണ് അല്ലേ? മനുഷ്യന്റെ മനസ്സ് വെറുത്തു പോകും. നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് കണ്ടില്ലേ, നമ്മൾ അപ്പുറത്തുള്ളവനെ മണക്കുകയാണെങ്കിൽ നമ്മൾ നിൽക്കാത്ത ഒരു ഓഫും ഉണ്ടാവില്ല. റമളാൻ മാസമായ പല്ലേക്കാൻ തന്നെ പാടില്ല എന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. ഓല് എന്ന് അറിയുമ്പോൾ ഇപ്പുറത്തുള്ളവൻ ബോധം കടലോടും. മണം എന്ന് പറഞ്ഞ് സഹിക്കാൻ കഴിയില്ല, ദുർഗന്ധം. അതുകൊണ്ട് എപ്പോഴും വായ വൃത്തിയാക്കി സുഗന്ധം മാത്രമല്ലാതെ നിന്റെ ഭർത്താവ് എനിക്ക് മണക്കാൻ ഇടവന്നുകൂടാ. കാരണം മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഊഷ്മളത ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ട് കുറഞ്ഞു പോകും. കാണുമ്പോഴൊക്കെ സൗന്ദര്യം വേണം. ഭർത്താവിനിക്ക് നിന്നെ പുച്ഛമായി തോന്നുന്ന അവസ്ഥയുണ്ടാവരുത്. എപ്പോഴും ഭർത്താവിന്റെ മുമ്പിൽ സൗന്ദര്യം നിലനിർത്താൻ ശ്രമിക്കണം. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്സൽഖാ വൽ മർഹാ. സൽഖാ മർഹാ എന്നീ രണ്ട് വിഭാഗം പെണ്ണുങ്ങളെ റസൂലുള്ള ശപിച്ചിരിക്കുന്നു. സൽഖാ മർഹാ എന്നീ രണ്ട് വിഭാഗത്തെ അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിട്ടുണ്ട്. സൽഖാ മർഹാ എന്താ? സൽഖാ എന്ന് പറഞ്ഞാൽ അല്ലത്തി ലാ തഖ്തലിബു, ഭർത്താവിന് വേണ്ടി കയ്യിൽ മൈലാഞ്ചി അണിയാത്ത പെണ്ണ്. ഭർത്താവിന് വേണ്ടി കയ്യിൽ മൈലാഞ്ചി അണിയാത്ത പെണ്ണിനെ അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുന്നു. അതുപോലെ മർഹാഇനെ അള്ളാന്റെ റസൂല് ശപിച്ചിരിക്കുന്നു. മർഹാ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ മുമ്പിൽ കണ്ണിൽ സുർമയെയ്താത്ത പെണ്ണ്, ഭർത്താവിന് വേണ്ടി മൈലാഞ്ചി അണിയാത്ത, ഭർത്താവിന് വേണ്ടി കണ്ണിൽ സുർമയിടാത്ത പെണ്ണിനെ അള്ളാന്റെ റസൂല് ശപിച്ചിരിക്കുന്നു.
എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഒരു പെണ്ണ് കയ്യിൽ മൈലാഞ്ചിയിട്ടാൽ, ഭർത്താവുള്ള പെണ്ണ് കയ്യിൽ മൈലാഞ്ചിട്ടാൽ പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന സ്വാലിഹായ അമലാണ്. ഒരു ഭർത്താവുള്ള പെണ്ണ് കണ്ണിൽ സുറുമയിട്ടാൽ പരലോകത്ത് കൂലി കിട്ടുന്ന ഇബാദത്താണ്. കാരണം തന്റെ ഭർത്താവിനെ സന്തോഷിപ്പിച്ച്, തന്റെ ഭർത്താവിന്റെ ശ്രദ്ധ മുഴുവനും എന്നെക്കൊള്ള തന്നെയാവണം. ഒരു അന്യ പെണ്ണിലേക്ക് എന്റെ ഭർത്താവിന്റെ കണ്ണ് പോവാൻ പാടില്ല. അന്യ നോട്ടത്തെ തൊട്ട് എന്റെ ഭർത്താവിന്റെ കണ്ണിനെയും മനസ്സിനെയും കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത എനിക്കുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സുറുമയെഴുതുകയും കയ്യിൽ മൈലാഞ്ചിടുകയും ചെയ്താൽ അത് സ്വാലിഹായ അമലാണ്, പരലോകത്തിൽ പ്രതിഫലം കിട്ടുന്ന അമലാണ്. അത് ചെയ്യാത്തവരെ റസൂലുള്ള ശപിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ പറയാണ്, റൂഹുൽ ബയാൻ തഫ്സീർ പരിശോധിച്ചാൽ ഈ ഹദീസ് കാണാം. നിങ്ങളൊന്ന് ആലോചിച്ചോ, ഇതൊക്കെ സ്ത്രീ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അനുസരണം, ഭർത്താവിന്റെ മുമ്പിൽ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന മുഖം, പെരുമാറ്റം, വസ്ത്രം, ഇതൊക്കെ തന്നെ ഭർത്താവിനെ ആകർഷിക്കുന്ന രൂപത്തിലാവണം. ഭർത്താവിനെ വെറുപ്പിക്കുന്ന രൂപത്തിലാവരുത്. ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ മുഖം കാണിച്ചും വസ്ത്രം ധരിച്ചും അണിഞ്ഞൊരുങ്ങി നിൽക്കുക. അതിന് കൂലി കിട്ടും. രാവിലെ കുളിച്ച് വൃത്തിയായി ബ്ലൗസും സാരിയൊക്കെ കൊടുത്ത് ഭർത്താവിന്റെ മുമ്പിൽ നിന്ന് അതിന് കൂലിയാണ്. അവനാന്റെ വീട്ടിൻ്റെ ഉള്ളിലാകുമ്പോൾ ഏത് വസ്ത്രവും ധരിക്കാം. ഭർത്താവ് മാത്രമുള്ള സ്ഥലത്ത് ഭർത്താവിന് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം. പുറത്തിറങ്ങുമ്പോൾ മാന്യമായ ഡ്രസ്സ് ധരിക്കണം. ഇതൊക്കെ നേരെ തിരിച്ച തലകുത്തനെയാണ്. ഇഷ്ടമുള്ള ഡ്രസ്സ് ഭർത്താവിന് മുമ്പിൽ ധരിക്കാം. ഭർത്താവിന് എന്താണോ താല്പര്യം അത് ധരിച്ചോട്ടെ. ആ വസ്ത്രം ധരിച്ചുകൊണ്ട് ഭർത്താവിന്റെ മുമ്പിൽ നിന്നാൽ ഭർത്താവിന്റെ കണ്ണിന് തണുപ്പ് നൽകാൻ, ഭർത്താവിന്റെ കണ്ണിന് കുളിർമ നൽകാൻ നിനക്ക് സാധിച്ചാൽ പരലോകത്ത് കൂലി കിട്ടുന്ന ഇബാദത്താണ്. കാരണം ഭർത്താവ് അന്യ സ്ത്രീകളെ കൊള്ള നോക്കാൻ പാടില്ല. ആണുങ്ങൾ പൊതുവെ നോക്കുന്ന പാർട്ടിയാ. കുറുക്കൻ ചത്താലും കണ്ണു കോയിക്കൂട്ടിക്ക് എന്ന് പറഞ്ഞ മാതിരി എത്ര വയസ്സായാലും ശരി പെണ്ണുങ്ങൾ പോണണ്ട നോക്കും. അതിന് സ്വഭാവമാണ്. ഞാൻ ചൊല്ലില്ലേ, കുറുക്കൻ ചത്താലും കണ്ണു കോയിക്കൂട്ടിക്കായിരിക്കും. ആ രൂപത്തിലാണ്. അപ്പോൾ ഒരു പരിധി വരെ രക്ഷിക്കാൻ കഴിയാതിരിക്കാണ് ഭാര്യമാരുടെ സ്നേഹസമ്പൂർണമായ പെരുമാറ്റവും അണിഞ്ഞൊരുങ്ങലും വസ്ത്രം ധരിക്കലും. അതൊക്കെ കാണുമ്പോൾ ഭർത്താവിന്റെ ശ്രദ്ധ അങ്ങോട്ട് തന്നെ വരും, വേറെ ഇങ്ങോട്ടും നോക്കൂല. അത് നിലനിർത്താൻ ഭാര്യമാർ ശ്രമിക്കാൻ നിങ്ങളെ ഉത്തരവാദിത്തമാണത്. ഉത്തരവാദിത്തമാണ് ഭർത്താവിനെ സന്തോഷിപ്പിക്കൽ. പിന്നെയോ മൂന്നാമത്തൊരു കാര്യം, ഭർത്താവിനുള്ള സേവനം. ഭർത്താവിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കണ്ടറിഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കണം. നല്ല സ്ത്രീയുടെ ലക്ഷണമാണത്. ചില സ്ത്രീകളൊന്നും പറയേണ്ടി വരില്ല എന്ന് കരുതിപ്പോ എപ്പോഴും പറയേണ്ടി വരുന്ന ആളുകൾ നമ്മളെ പെണ്ണുങ്ങൾ മോശമാണെന്നൊന്നും വിചാരിക്കണ്ട. പറയാനുള്ള കാര്യങ്ങൾ തുറന്നാണ് പറഞ്ഞാൽ മതി. ഭാര്യയും ഭർത്താവും അല്ലേ, പുറമക്കാരല്ലല്ലോ. നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം എന്താണോ തുറന്നാണ് പറയാം. ചില പെണ്ണുങ്ങൾക്ക് അറിയില്ല, പാവങ്ങൾ. ഓങ്ങനെ വിചാരിക്കും, ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഭാര്യ തന്നെ വന്ന് ഡോറ് തുറന്നു തരണം. ഭാര്യന്റെ അമ്മ അവർ ഓളെന്നെ വരണം. ഭർത്താവല്ലേ വരുന്നേ, ഓള് ഡോർ തുറന്നു തരണം. എന്നിട്ട് എന്റെ കൈ പിടിച്ചുകൊണ്ട് റൂമിലേക്ക് കൊണ്ടുപോകണം. എന്റെ കൂടെ ഇരുന്ന് കുറച്ചു നേരം സംസാരിക്കണം. എന്നിട്ട് അവളെ കൈ കൊണ്ട് തന്നെ വെള്ളം കൊണ്ടുവന്ന് തരണം. അവളെ കൈ കൊണ്ട് തന്നെ ലുങ്കി എനിക്ക് മാറ്റിയെടുക്കാനുള്ള തുണി കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഒരു പ്രാവശ്യം ചെല്ലുമ്പോഴും ഡോറിന്റെ അടുത്ത് ഓളെ കാണും. ലുങ്കി കൊണ്ടുവരാൻ ഓളുണ്ടാവില്ല, തണുത്ത വെള്ളം കൊണ്ടുവരാൻ ഓളുണ്ടാവില്ല. ചോദിക്കും എവിടെ, ഓളവിടെ പോയി. ഉമ്മ പറയും ഓള് കുളിക്കുക, ഓരോൾ അപ്പുറത്താ, അല്ലെങ്കിൽ ഓള് പപ്പടം കാച്ചിയാണ്, അല്ലെങ്കിൽ ഒറോട്ടി ഉണ്ടാക്കിയാണ്. ബനാകെ ടെൻഷനായി. പിന്നെ എന്തിനാ ഒരു പെണ്ണിട്ടി, എന്തിനാ ഒരു ഭാര്യ. ആ തലയെ കയറ്റണ പകരം ഓളെ വിളിച്ചിട്ട് പറയാം, എൻ്റെ ഒരു ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞാൽ നീ അംഗീകരിക്കോ? നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എന്താ അംഗീകരിക്കാത്തത്? എന്നാൽ ഞാൻ വരുമ്പോൾ ഞാനാന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ ഡോറ് തുറക്കണം, നീ എനിക്ക് വെള്ളം കൊണ്ട് നേരണം. നിന്റെ കൈ കൊണ്ട് വെള്ളം വാങ്ങി കുടിക്കാൻ വല്ലാത്ത രസമാണ്, അത് നീ എനിക്ക് മുടക്കരുത്. ഇങ്ങനെ സ്നേഹത്തിലാണ് പറഞ്ഞാൽ പ്രശ്നം തീർന്ന്. അതിങ്ങനെ മനസ്സിനെ കൊണ്ടുനടന്ന് ഓള് കണ്ടറിഞ്ഞ് ചെയ്യണ്ടേ. എന്താള് വരാത്ത അത് ഓക്കറിയോ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത്. മൊയ്തീൻ ശേഖ് തങ്ങളെ പോലെ കുപ്പിയകത്തുള്ള വസ്തു കാണും പോലെ എൻ്റെ മനസ്സിലുള്ളത് കാണാൻ കഴിയോ സാധുവിന്? അപ്പൊ അങ്ങനത്തെ ചില സാധുക്കൾ ഉണ്ടാകുമ്പോൾ കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാം. പലപ്പോഴും കുടുംബ ബന്ധത്തിൽ തകരാറുണ്ടാകുന്നത് നമ്മളെ മനസ്സിലുള്ളത് നമ്മളും പൂഴ്ത്തി വെക്കും, ഓളെ മനസ്സിലുള്ള ഓളും പൂഴ്ത്തി വെക്കും. ഓക്കും ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, ഭർത്താവ് ഇങ്ങനെ ആവണം, അത് നമ്മളും ചെയ്യൂല. ഈ തുറന്നുള്ള സംസാരം, ഞാൻ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നു നിന്റെ ഭാഗത്തുനിന്ന് എന്ന് അവനും അവളും പറഞ്ഞ് ചർച്ച ചെയ്താ പ്രശ്നം തീരും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്തുള്ള സഹോദരിമാർ, അവരെ സംബന്ധിച്ച് ഹദീസിൽ പറയുന്നു, നോക്കൂ നിങ്ങൾ, ജിഹാദുൽ മർഅത്തി ഹുസ്നുൽ തബഉലി, ജിഹാദുൽ മർഅത്തി ഒരു പെണ്ണിന്റെ ജിഹാദ്, ഹുസ്നുൽ തബഉലി ഏറ്റവും നല്ല ഭർത്താവിനോടുള്ള പെരുമാറ്റ രീതിയാണ്. ഭർത്താവിനോട് കളിയും ചിരിയും തമാശയുമായി ഭർത്താവിന്റെ മനസ്സ് സന്തോഷിപ്പിച്ച് അവനെ പൊട്ടിച്ചിരിപ്പിച്ച് ഭർത്താവിനോട് പെരുമാറുന്ന രീതിയാണ് ഒരു പെണ്ണിന്റെ ജിഹാദ്. തബഉൽ എന്ന് പറഞ്ഞാൽ മുലാഅബത്തു സൗജത്തി സൗജഹാ, ഒരു ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ
ഏത് പരിധിയിൽ വരും? തബഉൽ എന്ന പരിധിയിൽ വരും. ആ തബഉലാണ് ഒരു പെണ്ണിന്റെ ജിഹാദ്. ഭർത്താവിന്റെ മനസ്സടങ്ങാറാക്കരുത്, ഓന്റെ മനസ്സ് സ്വസ്ഥമായിരിക്കണം. എങ്കിലേ കുടുംബത്തിന് സമാധാനം ഉണ്ടാവുള്ളൂ. കുടുംബനാഥന്റെ മനസ്സ് തകരാറായി പോയാൽ, അവന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയാൽ ആ കുടുംബം സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിലേക്ക് നീങ്ങും. കുടുംബത്തിൽ കുഴപ്പങ്ങളുണ്ടാവും. തൊട്ടതിനെല്ലാം കുറ്റം പറയും. ഭർത്താവിന്റെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ, അസ്വസ്ഥനായി ഭർത്താവിനെ കാണാൻ നീ കാരണക്കാരിയായാൽ, അസ്വസ്ഥമായ മനസ്സോടുകൂടെ വരുന്ന ഭർത്താവ് എല്ലാത്തിലും കുറ്റം കാണും, ഒന്നിലും ഗുണം കാണും. തൊട്ടതിനൊക്കെ കുറ്റമായിരിക്കും. കറി കൊണ്ടുപോയെടുത്താൽ കറിക്ക് കുറ്റം, പായസം കൊണ്ടേ കൊടുത്താൽ പായസത്തിന് കുറ്റം, എന്തിനും കുറ്റമായിരിക്കും. എന്നാ ഇതിന് അല്ല സത്യത്തിൽ കുറ്റം. നിന്റെ പെരുമാറ്റ രീതിയിലുള്ള മോശമായ പെരുമാറ്റമാണ് ഈ കുറ്റം പറയാൻ സത്യത്തിൽ അയാളെ പ്രേരിപ്പിക്കുന്നത്. അത് തിരിച്ചറിയാൻ കഴിയണം. നമ്മൾ പറയും ഞാൻ എന്തു ചെയ്താലും നിങ്ങൾ കുറ്റല്ലേ പറയുള്ളൂ. ഒരു നല്ലത് ഇതുവരെ പറഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഈ കുറ്റം പറയാനുള്ള കാരണം എന്താണ്? നമ്മളോടുള്ള ഇഷ്ടക്കുറവ് വരുമ്പോഴാണ് കുറ്റങ്ങൾ ഉണ്ടാവുന്നത്. ഒരാളോട് അധികമായ മഹബത്തുണ്ടെങ്കിൽ, ഒരാളുടെ സ്നേഹം ശക്തമാണെങ്കിൽ കുറ്റങ്ങളും കുറവുകളും കാണുകയില്ല, നന്മകൾ മാത്രമേ കാണുകയുള്ളൂ. ഇഷ്ടക്കുറവ് വരുമ്പോഴാണ് കുറ്റങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ച് തോണ്ടി പുറത്തിടുക. അല്ലേ? നമുക്കൊരാളുടെ വെറുപ്പുണ്ടെങ്കിൽ അയാളുടെ കുറ്റങ്ങൾ എത്രത്തോളം പറയാൻ പറ്റുമോ അത്രയും നമ്മൾ മാന്തി പുറത്തിടും. ഇഷ്ടമുണ്ടെങ്കിലോ നമ്മൾ ന്യായീകരിക്കും. അതല്ലേ പൊതു സ്വഭാവം. ദാമ്പത്യത്തിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ കാലത്തുള്ള സഹോദരിമാരെ നോക്കൂ, ഭർത്താക്കന്മാർക്കുള്ള സേവനം, ഭർത്താക്കന്മാരെ മനം കുളിർപ്പിക്കുന്ന പെരുമാറ്റം, അതിന് വലിയ ഭൂമി അട്ടിമറിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തിയൊന്നും ചെയ്യണ്ട. ഈ സ്നേഹം ഉണ്ടാക്കാൻ ചെറിയ 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 ചൊട്ടുവിദ്യകളെ വേണ്ടി. ഭയങ്കര സ്നേഹം. വലിയ പ്രവൃത്തി ചിലപ്പം ഭാര്യമാര് ചെയ്യുന്നുണ്ടാവും. ഏതാ വലിയ പ്രവൃത്തി? വലിയ വീടാണ് എല്ലാവർക്കും ഉണ്ടാകും. 1 or 2 നിലയുള്ള വീട്. ആ വീടുകളൊക്കെ തുടച്ച് മിനുക്കി 4 or 5 ബാത്റൂമുകൾ ഉണ്ടാവും. അതൊക്കെ കഴുകി വൃത്തിയാക്കി. ബെഡ്റൂമിലുള്ള ബാത്റൂമൊക്കെ ദിവസം കഴുകാഞ്ഞാൽ പറ്റൂലല്ലോ. ഇതെല്ലാം കുമ്പിട്ട് നിന്ന് കുനിഞ്ഞു നിന്ന് ഉരച്ച് കഴുകി വൃത്തിയാക്കി, പാത്രം കഴുകി, ഡ്രസ്സലക്കി, ഇസ്ത്രിയിട്ട് ഒരുപാട് പണി ഈ സാധുക്കൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇതൊന്നും ഭർത്താവിന്റെ മനസ്സിൽ സ്ഥാനം ഉണ്ടാവില്ല. ഇതൊക്കെ അവൾ ചെയ്യുന്ന പണിയാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഭർത്താവിന്റെ മനസ്സിനെ ആകർഷിക്കുന്ന ചില വിദ്യകൾ നോക്കൂ നിങ്ങൾ. റസൂലുള്ളാഹിന്റെ കാലത്തുള്ള സഹോദരിമാർ, കാനത്തിൽ മർഅതു അലാ അഹദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ കാലത്ത് പെണ്ണുങ്ങളായിരുന്നു തസ്തഖ്ബിലു സൗജഹാ, ഭർത്താവിനെ സ്വീകരിക്കുമായിരുന്നു. ഇദാ ദഖല, കടന്നു വരുമ്പോൾ ഭർത്താവ് കയറി വരുന്ന സമയം കാത്തിരിക്കും. അണിഞ്ഞൊരുങ്ങി കുളിച്ച് വൃത്തിയായി ഇങ്ങനെ നിൽക്കും. എന്തിന്? ഭർത്താവിനെ സ്വീകരിക്കാൻ കാത്തിരിക്കും. എന്നും കാത്തിരിക്കും. നമ്മളെ പെണ്ണുങ്ങളും കാത്തിരിക്കും. ഗൾഫിൽ നിന്ന് വരണം 3 കൊല്ലം കഴിഞ്ഞിട്ട്. ചിലപ്പോൾ എയർപോർട്ടിൽ തന്നെയാണ് വരും, ബൈക്കൊക്കെ എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി. ഇതല്ല, എന്ന് വരികയാണെങ്കിലും വീട്ടിലേക്ക് വരുമ്പം ഭർത്താവിനെ സ്വീകരിക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ നാട്ടിലെ സംസ്കാര പ്രകാരമൊക്കെ പ്രത്യേകിച്ചും. ഇതാ കാരണം, ഭർത്താക്കന്മാർ നിങ്ങളെ വീട്ടിലേക്ക് വരിക, നിങ്ങളെ വീട്ടിലേക്ക് വരുന്ന അതിഥികളും കൂടിയാണ് അവർ. നിങ്ങൾ തന്നെ പോയി സ്വീകരിക്കണം. സ്വീകരിക്കുമെന്ന് മാത്രമല്ല, മർഹബം ബി സയ്യിദി, എന്റെ പ്രിയപ്പെട്ട സയ്യിദേ നിങ്ങൾക്ക് സ്വാഗതം എന്ന് ഭർത്താവിന് വെൽക്കം, സ്വാഗതം അരുളും. സയ്യിദ്, യജമാനൻ എന്നായിരുന്നു അറബികൾ വിളിച്ചിരുന്നത് ഭർത്താക്കന്മാരെ. സയ്യിദ്, അങ്ങേയറ്റത്തെ ആദരവുള്ള പദത്തിൽ ഭർത്താവിനെ വിളിക്കുമായിരുന്നു. കഴിഞ്ഞില്ലാവ തക്സിദില അഖദരിദായി, ഭർത്താവിന്റെ തലയിലുള്ള തട്ടം എടുത്തുമാറ്റാൻ ഭാര്യ സഹായിച്ചു കൊടുക്കും. ഭർത്താവിന്റെ ചെരുപ്പ് ഊരിക്കൊടുക്കാൻ സഹായിക്കും. ഭർത്താവിന്റെ ഷൂ അഴിച്ചു കൊടുക്കുക, ചെരുപ്പ് ഊരി കൊടുക്കുക, തലേന്ന് തട്ടം നീക്കി കൊടുക്കുക, ബട്ടൺ സഹിച്ചു കൊടുക്കുക, തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ ഖിദ്മത്തുകൾ, അത് മനസ്സിനെ ആകർഷിപ്പിക്കുന്ന പ്രവർത്തനം. ആയിഷ റളിയല്ലാഹു തആല എന്ന പറയാണ്, റസൂലുള്ളാഹിക്ക് സുഗന്ധം പൂശിക്കൊടുക്കൽ ഞാനാണ്. റസൂലുള്ള പുറത്തിറങ്ങുമ്പോൾ എന്റെ കയ്യിൽ അത്തറാക്കി റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ ഞാൻ പുരട്ടിക്കൊടുക്കുമ്പോൾ ഉറജ്ജിലു റഅസ റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ മുടി ചീകിക്കൊടുക്കൽ ഞാനാണ്. ബീവി ആയിഷ പറയാണ്, എന്റെ വീട്ടിൽ നബി ഉണ്ടാകുമ്പോ റസൂലുള്ളാഹിന്റെ മുടി ചീകിക്കൊടുക്കും, റസൂലുള്ളാഹിക്ക് അത്തർ പൂശിക്കൊടുക്കും. എന്തൊരു സ്നേഹം. ഇതുപോലെ നമ്മൾ നഴ്സറി കുട്ടികളെ പറഞ്ഞേക്കുമ്പോൾ അങ്ങനെ ചെയ്യല്. നഴ്സറി പോകുമ്പോൾ സുഗന്ധ പൂശി സ്പ്രേ ഒക്കെ അടിച്ച് മുടിയൊക്കെ ചീകിക്കൊടുത്തു. ആയിഷ ബിബി റസൂലുള്ളാഹി പറഞ്ഞാൽ തീരൂല. നല്ല ഭാര്യ, പക്ഷെ നല്ല ഭർത്താവ് എന്ന് പറയുന്ന ഒരു വിഷയം കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ഭാഗം തൽക്കാലം ഞാൻ ചുരുക്കുകയാണ്. ഭർത്താവിനുള്ള ഖിദ്മത്ത്, ഭർത്താവിന്റെ മുഖം സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ, മനസ്സ് കുളിർപ്പിക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റം, ഏറ്റവും പ്രധാനമായ അനുസരണം, ഇതൊക്കെയാണ് ഒരു ഭാര്യ ശ്രദ്ധിക്കേണ്ടത്. ഇനി നിങ്ങൾ നോക്കൂ, 1-2 കാര്യങ്ങൾ ഭർത്താക്കന്മാരെ സംബന്ധിച്ച് പറയാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല ഭർത്താവിനെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആരാ നല്ല ഭർത്താവ്? നല്ല ഭർത്താവ് ആരാണ്? വആശിറൂഹുന്ന ബിൽ മഅറൂഫ് ഫഇൻ കരിഹ്തുമൂഹുൻ, ഖുർആൻ ആയത്താണ്.
വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ ഭാര്യമാരോട് സ്നേഹസമ്പൂർണമായ പെരുമാറ്റം നടത്തണം, ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറണം. ഫഇൻ കരിഹ്തുമൂഹുന്ന, നിങ്ങൾ അവരെ വെറുത്താലും ശരി, ഖുർആൻ പറയുന്ന ശൈലിയോക്ക്, വെറുത്താലും ശരി നല്ല നിലയ്ക്ക് പെരുമാറാവൂ. കാരണം സ്ത്രീകളെ ഭാഗത്തുനിന്ന് നമ്മളെ വെറുപ്പിക്കുന്നതൊക്കെ പലപ്പോഴും ഉണ്ടാവും. സ്ത്രീകളെ സ്വഭാവം അങ്ങനെയാണ്. ഭർത്താക്കന്മാരെ വെറുപ്പിക്കുന്നത് പലതും എത്ര തന്നെ പെണ്ണുങ്ങൾ ശ്രദ്ധിച്ചാലും അവരെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടേയിരിക്കും. ആ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ക്ഷമിച്ചുകൊണ്ട് നല്ല നിലയ്ക്ക് അവരോട് കൂടി ജീവിക്കണം. ചുരുക്കി പറഞ്ഞാൽ, ഭാര്യമാര് നിങ്ങൾക്ക് ഇങ്ങോട്ട് നെഗറ്റീവ് സ്ട്രോക്കുകൾ തന്നാലും നിങ്ങൾ അങ്ങോട്ട് പോസിറ്റീവ് സ്ട്രോക്കുകൾ മാത്രമേ നൽകാവൂ എന്നർത്ഥം. ഇങ്ങോട്ട് നല്ലോണം നിന്നാൽ അങ്ങോട്ടും നല്ലോണം, ഇങ്ങോട്ട് മോശമായ അങ്ങോട്ടും മോശം എന്നല്ല. ഇങ്ങോട്ട് മോശമായി പെരുമാറിയാൽ പോലും അങ്ങോട്ട് നല്ലോണേ പെരുമാറാവും. ആണുങ്ങളോട് പറയാം, നിങ്ങൾ ആണുങ്ങളല്ലേ, തന്റെ ഇടമുള്ള ആളുകളല്ലേ, നല്ല നിലക്ക് പെരുമാറണം. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നല്ല നിലയിൽ ഭാര്യമാരോട് പെരുമാറണം. ഫൈൻ കരിഹ്തുമൂഹുന്ന, നിങ്ങൾ അവരെ വെറുത്താലും ശരി. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, വഅസാൻ തക്റഹു ശൈഅൻ വയജഅലല്ലാഹു ഫീ ഖൈറൻ കസീറാ, നിങ്ങൾ വെറുക്കുന്ന ചില കാര്യങ്ങളിൽ അല്ലാഹു തആല വമ്പിച്ച ഖൈർ നിങ്ങൾക്ക് കണക്കാക്കിയിട്ടുണ്ടാകും. നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യം വെറുപ്പായിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ പിന്നീട് അല്ലാഹു തആല വമ്പിച്ച ഖൈർ. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ വിമാനം കയറാൻ വേണ്ടി എയർപോർട്ടിലേക്ക് ചെന്നു, നിങ്ങളെ എടുക്കുന്നതിന് മുമ്പ് വിമാനം പറന്നുയർന്നു, നിങ്ങൾക്കാകെ ടെൻഷനായി, എയർപോർട്ടിൽ ഒച്ചപ്പാടാക്കി, ബഹളമാക്കി, ചീത്ത പറഞ്ഞു. എന്നെ ഞാൻ നേരത്തെ ടിക്കറ്റ് എടുത്തതാണ്, എന്നെ കയറ്റാതെ വിമാനം പോയി എന്നുള്ള പ്രശ്നം. നിങ്ങൾക്ക് ആ സമയത്ത് അത് അങ്ങേയറ്റം വെറുപ്പാകുന്നു, നിങ്ങളെ കയറ്റാത്ത സങ്കടം. ഒരിക്കൽ നിങ്ങൾ വെറുക്ക സംഗതി പിന്നെ ഗുണമാവാം. പിന്നെ കേൾക്കുന്നത് ആ വിമാനം കത്തി വീണുപോയി എന്നാണ്. അപ്പൊ ആദ്യത്തോടെ പോയി, ആദ്യത്തെ ദേശീയോടെ പോയി. അള്ളാഹുവിനിക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയും. അതുകൊണ്ട് ഖുർആൻ പറയുകയാണ്, നിങ്ങളെ ഭാര്യമാരുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലുമൊക്കെ വന്നേക്കാം. ചിലപ്പോൾ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്നവളാവാം, നിങ്ങളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നവളാവാം, അതല്ലെങ്കിൽ മുൻദേശക്കാരിയാവാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുഴപ്പമുണ്ടാവാം. പക്ഷെ നിങ്ങൾ ഓർക്കണം, ഫൈൻ കരിഹ്തുമൂഹുന്ന, നിങ്ങൾ അവരെ വെറുത്താലും ശരി നിങ്ങൾ അങ്ങോട്ട് നല്ല നിലക്ക് മാത്രമേ പെരുമാറാവൂ. കാരണം നിങ്ങൾ വെറുക്കുന്ന ചില സംഗതികളിൽ നിങ്ങൾ പിടിച്ചു നിന്നാൽ വൈകാത്ത ഭാവിയിൽ വയജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറാ, വമ്പിച്ച ഗുണങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിക്കാനും മതി. അല്ലാഹു പറയാണ്, വമ്പിച്ച ഗുണം അല്ലാഹു ചിലപ്പോൾ നിങ്ങൾക്ക് നിശ്ചയിക്കും. എവിടെങ്കിലും ചില്ലറ പോരായ്മയുണ്ടെങ്കിൽ അത് ഇങ്ങനെ പറഞ്ഞ് നടക്കണ്ടായി, കണക്കിലെടുക്കണ്ട. മാത്രമല്ല, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖിയാറുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല ഭർത്താക്കന്മാർ, നല്ല മനുഷ്യർ, ഖിയാറുക്കും ലി അഹ്ലിഹി, ഭാര്യമാരുടെ മുമ്പിൽ നല്ലവരാണ്. ഒരു മനുഷ്യൻ നല്ലവനാണെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളെ മുമ്പിൽ നന്നായിട്ടല്ല, പൊതുജനങ്ങളെ മുമ്പിൽ നല്ല മുഖം കാണിക്കുന്നത് കൊണ്ടല്ല. പിന്നെ ആര് പറയണം? ഇപ്പൊ എന്നെ പറ്റി നിങ്ങളോട് ചോദിക്കാണ്, എന്താ ഇയാളെ കഥ? 12 ദിവസത്തെ വയലൊക്കെ ഉണ്ട്, എന്താണ് ഇയാളെ സ്ഥിതി? നിങ്ങൾ എല്ലാവരും പറയുന്നു അയാൾ നല്ല മനുഷ്യനാണ്, നല്ല ആളാ. പക്ഷെ അള്ളാന്റെ അടുത്ത് രേഖയല്ലേ. എന്നെപ്പറ്റി ആര് പറയണം? എന്റെ ജീവിതം അറിയുന്ന, എന്നെ പറ്റി നന്നായി അറിയുന്ന ഒരാളുണ്ട് അള്ളാന്റെ ദുനിയാവിൽ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ. അവള് പറയാണ്, അല്ല എന്താ അയാളെ കഥ? അയാളെ കഥയെ സ്റ്റേജുമ്മ കയറി ഇങ്ങനെ പറയണമെന്ന് നോക്കണം, അത് ആർക്കും പറയാം. യഥാർത്ഥ സ്വഭാവം എനിക്കല്ലേ അറിയുള്ളൂ. ഇത്ര ഗുരുത്തം കെട്ടൊരു അബൂജാഹിൽ ഇനി അള്ളാന്റെ നാട്ടിൽ ഉണ്ടാവാനില്ല എന്നാണോ അഭിപ്രായം? അതാ പടച്ചോൻ്റെ അഭിപ്രായം. കാരണം നമ്മളെ ജീവിതം ശരിക്കറിയുന്ന ആള് നമ്മുടെ ഭാര്യമാരാണ്, അല്ലേ? പൊതുജനങ്ങളുടെ മുമ്പിൽ, നിങ്ങളെ മുമ്പിൽ എന്തായാലും ഞാൻ എന്റെ നല്ല മുഖം മാത്രമേ കാണിക്കൂ. നിങ്ങളെ മുമ്പിൽ എന്റെ ഏറ്റവും നല്ല മുഖം മാത്രമേ ഞാൻ കാണിക്കുകയുള്ളൂ. എന്റെ യഥാർത്ഥം അറിയുന്നത് കൂടെ കിടക്കുന്നവർക്ക് രാപ്പനി അറിയാറുള്ളൂ എന്ന് ഞാൻ പറയാറുണ്ടല്ലോ. കൂടെ ജീവിക്കുന്ന ആളുകൾക്കാണ് ആളെ മനസ്സിലാവുക. അതുകൊണ്ട് ഏറ്റവും നമ്മളോട് അടുത്ത് ജീവിക്കുന്ന ആൾ നമ്മുടെ ഭാര്യമാരാണ്. ആ ഭാര്യമാർക്ക് നിങ്ങളെപ്പറ്റി നല്ല അഭിപ്രായം ഉണ്ടായാൽ നിങ്ങൾ നല്ലവരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖിയാറുക്കും, നിങ്ങളെ കൂട്ടത്തിൽ നല്ലവർ, ഖിയാറുക്കും ലി അഹ്ലിഹി, ഭാര്യമാരുടെ മുമ്പിൽ നല്ലവരാണ്. അതുകൊണ്ട് ഒരു ഭർത്താവ് അവരിങ്ങോട്ട് മോശമായി പെരുമാറിയാൽ പോലും നല്ല നിലക്ക് അങ്ങോട്ട് തിരിച്ചു പെരുമാറാൻ നിങ്ങൾ ശ്രമിക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അങ്ങോട്ട് സ്നേഹത്തിലും സന്തോഷത്തിലും പെരുമാറണം, അവരെ പോരായ്മകൾ സഹിക്കണം. എന്താ കാരണം? അറിയങ്ങള് സ്ത്രീ സഹജമായ ഒരു സ്വഭാവമാണ് നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു സ്വഭാവം. ഏതുപോലെ? ഉദാഹരണം പറയുകയാണെങ്കിൽ, കുട്ടികൾക്ക് വികൃതി എന്ന പോലെ. ചെറിയ മക്കൾക്ക് എന്തുണ്ടാവും അല്ലേ? വികൃതി ഉണ്ടാവും. നല്ല ചുമരാണ്, നല്ല വീടാണ്. പക്ഷെ നമ്മളെ മക്കൾ എന്ത് ചെയ്യും? കരിക്കട്ടെ ചോക്ക് കൊടുത്തിട്ട് ആമ, ആന ഒക്കെ എഴുതിയൊക്കെ വരും. അത് കുട്ടികൾ ആ പ്രായത്തിൽ ഉണ്ടാകുന്ന സ്വഭാവം. അതിന് നമ്മൾ ചൂടായിട്ടും കാര്യമല്ല, ഓളോട് ദേഷ്യം പിടിച്ചിട്ടും കാര്യമല്ല. ഈ നോക്കണ്ട കുട്ടീനെ, നല്ല ചുമരുമ്പല അങ്ങനെ എഴുതിയില്ലേ, പൈനെന്താ വില, പണിക്കാരെ കിട്ടാനുണ്ടോ?
ആ വയതൊന്നും വെറുതെ പറഞ്ഞ് സമയം കളയണ്ട. അത് മായ്ക്കാൻ വല്ല സംവിധാനം ഉണ്ടെങ്കിൽ നോക്കാം. എന്നതുപോലെ കുട്ടികൾക്കോരോ വികൃതി, അത് കുട്ടികളുടെ സ്വഭാവമാണ്. ചെറിയ പ്രായത്തിൽ നിങ്ങളൊരു സാധനം, ബാംഗ്ലൂർ പോകുമ്പോൾ കുട്ടി പറഞ്ഞു, ഉപ്പ വരുമ്പോ റിമോട്ടിന് ഓടുന്ന ഒരു കാറ് കൊണ്ടുവരണം. റിമോട്ടിന് ഓടുന്ന ഒരു കാറ്. ആ ആയിക്കോട്ടെ, കൊണ്ടുവരാം. ഉപ്പ 500 റുപ്യ കൊടുത്ത് നല്ല റിമോട്ട് ഓടുന്ന കാറ് കൊണ്ടുവന്നു. കാറ് കൊണ്ടുവന്നിട്ട് കുട്ടിന്റെ കൈ കൊടുക്കാൻ പറഞ്ഞു, ഒരു കാര്യമുണ്ട്, 500 റുപ്യ ഇതിന് വില, ഇത് കേടി വരുത്തരുത്. ഇല്ലല്ല, ഞാൻ ഒന്നും നോക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടം. റിമോട്ടിന് ഇങ്ങനെ കാർ ഓടുന്നു വരും. ഉപ്പ ലോറിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയി. പള്ളിയിൽ ലോറിസ്കരിച്ച് വരുമ്പോൾ സ്റ്റെപ്പും പോലെ ഒരു ടയർ എടുക്കണം, വാതിലിന്റെ അപ്പുറത്തുണ്ട് അതിന്റെ സ്റ്റാരിങ് എടുക്കണം. 2-3 കഷ്ണം 2-3 സ്ഥലത്ത്. ഇയാൾക്കൊന്ന് ചൂടായില്ലേ, എന്ത് കൊടുത്താലും ഇരുമ്പ് കരിമ്പാക്കണ ജാതി എന്ന് പറഞ്ഞു. കുട്ടിനെയും കുറെ ചീത്ത പറഞ്ഞു, എവിടെ പോയി എൻ്റെ അമ്മ എന്ന് പറഞ്ഞു. ഓളി നാലെണ്ണ പറഞ്ഞെങ്കിൽ ഇയാൾക്ക് സമാധാനമാണ്. പോയത്തക്കാരെന്നല്ലാതെ എന്താ പറയാ, കുട്ടികളുടെ ജന്മവാസനയാണ്. ഓരോ മനുഷ്യനിലും ജന്മവാസന ഉണ്ടാവും. ജന്മനാലുണ്ടാകുന്ന ചില വാസന, അതായത് നിർമ്മാണ വാസന ജന്മവാസനകളിൽ പെട്ടതാണ്. സാധനങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു വാസന ഉണ്ടാവും. അപ്പൊ എത്ര നല്ല കളിപ്പാട്ടം കയ്യിൽ കിട്ടിയാലും ആദ്യം കുട്ടികളോട് ഊരുക ചെയ്യാം. എന്നിട്ട് രണ്ടാമത് ഫിറ്റ് ചെയ്ത് നോക്കും. ചിലപ്പോൾ അങ്ങ് ശരിയാവും, ചിലപ്പോൾ കേടുവരും, അപ്പം വലിച്ചാട്ടെറിയും. അത് നമ്മൾ ചൂടായിട്ട് കാര്യമല്ല. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ കേടുവരുത്തി റിപ്പയർ ചെയ്ത ആളുകളാണ് പിൽക്കാലത്ത് കമ്പ്യൂട്ടർ നന്നാക്കുന്ന ആളുകൾ, ലാപ്ടോപ്പ് നന്നാക്കുന്ന ആളുകൾ, വർക്ക്ഷോപ്പിലുള്ള ആളുകൾ. ഇവരൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയാണ്. അപ്പൊ മനുഷ്യരുള്ള ജന്മവാസനയാണ്. കുട്ടികളുടെ വികൃതി എന്ന് പറയുന്നത് തൽക്കാലം നമുക്ക് ദേഷ്യം തോന്നുമെങ്കിലും അത് കുട്ടികളുടെ സഹജമാണ്. അതുപോലെ നമുക്ക് ആവശ്യമുള്ള പലതും എടുത്തിട്ട് അവർ വേറെ കളി കളിക്കുന്നുണ്ടാവും. അതവരെ പ്രകൃതിയാണ്. അത് നമ്മൾ സഹിച്ചേ പറ്റൂ. അതല്ലാതെ കുട്ടികളെ ശിക്ഷിച്ചുകൂടാ, ചീത്ത പറഞ്ഞുകൂടാ, കലഹമുണ്ടാക്കിക്കൂടാ. എന്നതുപോലെ സ്ത്രീകൾക്കൊരു വളഞ്ഞ സ്വഭാവമുണ്ട്. അത് വളഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളൊരാൾ വിചാരിച്ചാൽ അത് നിർത്താൻ കഴിയില്ലെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അത് ഭർത്താക്കന്മാരായ നമ്മൾ സഹിച്ചേ പറ്റൂ. അല്ലാഹുവിന്റെ റസൂൽ ഹജ്ജത്തുൽ വദാഇന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പോലും പറഞ്ഞു, വസ്തൗസു ബിന്നിസായി ഖൈറാ, ഭാര്യമാരോട് നിങ്ങൾ ഖൈറുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. നല്ലത് നല്ലോണം പറയും, കുറ്റം പറയേ വേണ്ട. കുറ്റം പറയും തോറും മനസ്സും തമ്മിൽ അകന്നകന്നു പോകും. മദ്ഹ് ചെയ്യും തോറും അടുത്തടുത്ത് വരും. ഗുണങ്ങൾ ഇങ്ങനെ പറയാം. നീ എൻ്റെ ഭാര്യയായതിന്റെ ശേഷമാണ് എനിക്കെല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായിട്ടുള്ളത്. മനസ്സിന്റെ സുഖവും സമാധാനവും ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞ് നല്ല നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അപ്പോൾ കൊണ്ടുവരും പോയിട്ടൊരു ജ്യൂസ് എടുത്തോണ്ടിരുന്ന കുറച്ച് വളരെ നല്ലത് പറയാം. നേരെ മറിച്ച് കുറ്റം പറഞ്ഞു, നീ വന്നതിന് ശേഷം ഒറ്റ കച്ചവടം മര്യാദയ്ക്ക് നടന്നിട്ടില്ല. എൻ്റെ ഊരവേദന തുടങ്ങിയത്, അല്ലെങ്കിൽ നടുവേദന തുടങ്ങിയത്, മുട്ടിന് വേദന തുടങ്ങിയത്, അല്ലെങ്കിൽ എനിക്ക് പ്രഷർ തുടങ്ങിയത് നീ വന്നതിൻ്റെ ശേഷം. രോഗം ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ, ഇവളെന്നെയല്ലേ നമ്മളെ ഭാര്യ. അങ്ങ് വെറുത്ത് അകന്നകന്നു പോകും. നല്ല വാക്ക് പറയാം, പോസിറ്റീവ് സ്ട്രോക്കുകൾ മാത്രം കൊടുക്കുക. സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ മറ്റുള്ളവർക്ക് പോസിറ്റീവ് സ്ട്രോക്ക് നൽകിയാൽ അതിന് സൽസ്വഭാവം എന്ന് പറയും. എന്റെ വാക്കുകൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതാവണം, എന്റെ പ്രവൃത്തികൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതാവണം, എന്റെ പെരുമാറ്റ രീതികൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതാവണം, എന്റെ ബോഡി ലാംഗ്വേജ്, എന്റെ ശാരീരിക ഭാഷ, അതും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതാവണം. ഭർത്താവ് കയറി വരുന്ന സമയത്ത് ഭാര്യ ഒറ്റ പോക്ക് റൂമിലേക്ക്. സത്യത്തിൽ അവളോട് അടുപ്പത്തെന്തോ വെച്ച് വന്നതാ, തിരക്കിട്ട് പൊട്ടിപ്പൊരിയിലോട് കടുക് അടുപ്പിലിട്ട് വന്നതാ, പാത്രത്തിലിട പൊട്ടിപ്പൊരിയല്ലോ. അപ്പൊ വേഗം വാതിൽ തുറന്ന് ഓടി. ഭർത്താവ് നോക്കി, എന്താ ഇങ്ങനെ ഓട്ടം, മുഖത്തിനൊന്നൊരു തെളിവില്ലല്ലോ. ഈ സാധുവിന് അന്ന് കുലുമാലാവാൻ അതേ വേണ്ടു. സത്യത്തിൽ ഓടിയത് എന്തിനാ, അടുക്കളയിലെ കാര്യം വിചാരിച്ചിട്ടാണ്. അത് കാര്യണ്ടാന്ന് കരുതി. അപ്പൊ ആ ബോഡി ലാംഗ്വേജ്, ശാരീരിക ഭാഷ, ചില പെണ്ണുങ്ങളെ ശാരീരിക ഭാഷ നന്നാവില്ല. ചിലപ്പോൾ എപ്പോൾ നോക്കിയാലും എന്താ നിനക്കൊരു മൂഡ് ഓഫ് ആയത്, അതോ നിങ്ങൾക്ക് തലവേദന. ചിലപ്പോൾ തലവേദന ഒന്നും ഉണ്ടാവില്ല. ഈ എന്താ പറയാ, ഈ സഹതാപ വോട്ടുകാരനെ മാതിരി സുഖമില്ല, തലവേദന അറിയുമ്പോൾ ഈ സങ്കടം തോന്നുമ്പോൾ ഇയാൾക്ക് എന്നോട് സ്നേഹമുണ്ടോ, ആശുപത്രി കൊണ്ടുപോവോ എന്നൊക്കെ അറിയാൻ വേണ്ടി വെറുതെ കളിക്കും. പരീക്ഷണം ഉണ്ടാവും. സുഖമില്ല എന്ന് പറഞ്ഞാൽ എന്നാ ഫെനഡോൾ ഉണ്ട് കുടിച്ചോ, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന പാരസിറ്റാമോൾ, പൊട്ടിക്കട്ട പാരസിറ്റാമോൾ. ഇപ്പോൾ ഫൈനലി പറഞ്ഞത് സുഖമില്ല എന്ന് പറയുമ്പോൾ ഒരു മോട്ടോർ സൈക്കിളുമൊക്കെ കയറ്റി എങ്ങനെയെങ്കിലും അങ്ങാടി കൊണ്ടുപോയി